അതുകൊണ്ടാണ് ഒരു ദൈവനിഷേധി വരുമ്പോൾ ആ കുടുംബത്തിൽ നിന്ന് അച്ചടക്കമുള്ള മതബോധമുള്ള 4 വേറെ വരും പകരം. നിങ്ങൾ 2 പോയി എന്ന് വിചാരിച്ചിവിടെ പ്രശ്നമില്ല. പോകൂല എന്ന് പറഞ്ഞ് പോകല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തുന്നില്ല. നിങ്ങൾക്ക് തലച്ചോറുണ്ട്, ബുദ്ധിയുണ്ട്, ആലോചിച്ചോ. ഈ മതത്തെക്കാളും മനോഹരമാണ് അല്ലെങ്കിൽ ഇതിനേക്കാളും വളരെ ലോജിക് ആൻഡ് റാഷണലാണ് ഏതെങ്കിലും സംവിധാനം എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അത് നിന്റെ ചോയ്സ്. ആരും ഇവിടെ നിർബന്ധിക്കൂല. ഒരു മതത്തെയും ആരും കുറ്റം പറയൂല. എല്ലാ മതങ്ങളെയും ബഹുമാനിക്കണമെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. മറ്റു മതങ്ങൾ, മതവിശ്വാസികൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ, അവരുടെ ദൈവങ്ങളെ നിങ്ങൾ കളിയാക്കാൻ പോലും പാടില്ല എന്നാണ് പറഞ്ഞത്. അവരെ കളിയാക്കരുത്, പരിഹസിക്കരുത്. കാരണം അവരുടേത് സത്യമാണെന്നാണ് അവർ വിചാരിച്ചു വെച്ചത്. ആ സത്യത്തെ നമ്മൾ കുത്തുവാക്ക് പറയും, അവർക്ക് വേദന ഉണ്ടാവും. അപ്പോൾ അവർ തിരിച്ചു പറയും, അപ്പോൾ നിങ്ങൾക്ക് വേദന ഉണ്ടാവും, അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവും. മറ്റു ആരാധ്യ വസ്തുക്കളെ ചീത്ത പറയരുത് എന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. പക്ഷെ എന്ത് പറഞ്ഞു? നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആരും കെട്ടിയിട്ടിട്ടില്ല, ആരും ആരെയും കെട്ടിവെച്ചിട്ടില്ല. മുസ്ലിമീന്ന് അങ്ങോട്ട് പോയില്ലേ, പൊയ്ക്കോട്ടെ, പോയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടില്ലേ, വന്നിട്ടുണ്ട്. അങ്ങോട്ട് പോക്കും വരവൊക്കെ അതൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. അതൊന്നും എണ്ണം കൃത്യമാക്കാനോ എണ്ണത്തിൽ കൂട്ടാനോ ഇതൊന്നും ഇവിടെ ആർക്കും ആവശ്യമില്ല. നിങ്ങൾക്ക് ബുദ്ധിയും തലച്ചോറും അറിവും വിവേകവും നൽകിയിട്ടുണ്ട്. സത്യം മനസ്സിലാക്കാനുള്ള വഴിയും നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾ എന്തുകൊണ്ട് സത്യം മനസ്സിലാക്കിയില്ല എന്ന ചോദ്യം അള്ളാഹു ചോദിക്കും. അതിന് ഉത്തരം കണ്ടെത്തിയാൽ മതി. നിങ്ങൾ അങ്ങനെ ഉപേക്ഷിച്ചു പോയി എന്ന് വിചാരിക്കുക. അള്ളാഹു ഒരു വിഭാഗത്തെ കൊണ്ടുവരും. ആ വിഭാഗത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? ആദ്യം പറഞ്ഞത് അള്ളാഹ്ക്ക് അവരോട് ഹിബ്ബാൻ, യാ അള്ളാഹ്, അള്ളാഹ് അങ്ങോട്ട് സ്നേഹിക്കുന്നു അവരെ. അങ്ങനെ പിന്നെ പറഞ്ഞതാണ് യുഹിബ്ബൂന, അവർക്ക് അള്ളാഹുവിനെയും ഇഷ്ടമാണ്. അള്ളാഹുവിനോട് മനസ്സുകൊണ്ട് മഹബ്ബത്തുള്ള, റബ്ബിനെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു യുവതലമുറയെ, ഒരു വിദ്യാർത്ഥി തലമുറയെ അള്ളാഹു ഇവിടെ കൊണ്ടുവരും. അത് അള്ളാഹുവിൻ്റെ രീതിയാണ്. എങ്ങനെയൊക്കെ അടിച്ചമർത്തിയാലും ദീൻ അതിൻ്റെ ഉള്ളിലൂടെ അങ്ങനെ അണപൊട്ടിക്കൊണ്ടിരിക്കും.